സഹോദരങ്ങളെ, വെറുപ്പും പുച്ഛവും പരിഹാസവും ഒരിക്കലും പരിശുദ്ധാത്മാവിന്റേതല്ല. ഒറ്റിക്കൊടുക്കാമെന്ന യുവദാസനെ പോലും ഈശോ സ്നേഹിത എന്നാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് കയറുക എന്ന് വെച്ചാൽ തിന്മയുടെ വിജയമാണ് നമ്മൾ അറിയണം. നമ്മൾ ആരെപ്പറ്റി ഏത് കാര്യം പറഞ്ഞ് വിമർശനവും അധിക്ഷേപവും തിരുത്തലും കൊടുക്കാനായിട്ട് നോക്കുന്നോ അവരുടെ ഉള്ളതിനേക്കാൾ തിന്മ ഒരുപക്ഷെ അവരുണ്ടായിരിക്കില്ലായിരിക്കാം. അതിനേക്കാൾ തിന്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് കയറുന്നു എന്നുള്ളതിന്റെ ഗൗരവമുള്ള ഉറപ്പുള്ള അടയാളമാണ് നമ്മൾ പരിഹാസത്തിന്റെയും വെറുപ്പിന്റെയും വാക്കുകളും പദങ്ങളും ശൈലികളും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഈശോ പറയുന്നില്ലേ, പുകയുന്ന തിരി കെടുത്തുകയില്ല, ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കുകയില്ല, ദൈവത്തിന്റെ ആലം പ്രസാദിച്ച കർത്താവിന്റെ ദാസൻ. അതായത് വന്നിട്ട് വായിക്കാം. അവിടെ പുകയുന്ന തിരി പോലെ ചതഞ്ഞ അങ്ങനെ പോലെയൊക്കെ നമുക്ക് ആരെപ്പറ്റി തോന്നിയാലും നമുക്ക് ഒരിക്കലും അവരെക്കെതിരെ ഉള്ളടയ്ക്കാനോ തിരിക്കാനോ നമുക്ക് അനുവാദമില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നുണ്ടെങ്കിലും എന്റെ ഒരു പ്രത്യേക ശുശ്രൂഷ മേഖല ഡെലിവറൻസ് മിനിസ്ട്രിയാണ്, എക്സോസിസം ശുശ്രൂഷ. അവരുടെ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, പിശാചുമായി ബന്ധപ്പെട്ട ഏറ്റവും അവന്റെ സാന്നിധ്യം ഇടപെടലുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അടയാളം അകൽച്ചയാണ്. സൈറ്റൻ, ഡീമൻ, ഡെവിൾ, ഈ മൂന്ന് വാക്കുകളുടെയും മൂല അർത്ഥം, എറ്റിമോളജിക്കൽ മീനിങ് ഞാൻ സ്കോളർലി ആയിട്ട് പഠിച്ചപ്പോൾ കണ്ടത് അത് അകറ്റുക എന്നുള്ളതാണ്. സാത്താൻ എവിടെ ഇടപെടുന്ന അവിടെ ഒന്നാമതുണ്ടാകുന്ന ഒരു അനുഭവം അകൽച്ചയുടെ അനുഭവമാണ്. പ്രതീക്ഷയിലും മതത്തിന്റെ അവരുടെ ജീവിതത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഗതാന്റെ പിശാചിബാധ്യൻ അകന്ന് വീട്ടിൽ നിന്ന് മാറി മലയിൽ പോയി താമസിക്കുക, അതാണ്. അവന്റെ പിശാചി പോയി കഴിഞ്ഞപ്പോൾ നോക്കാം 8:30 വായിക്കുന്നുണ്ട്. അവർ ഈശ്വര പാദങ്ങളിരുന്നു എല്ലാവരും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്. അവരുടെ വീട്ടിലേക്ക് പോകാൻ അവർ ഓടി വീട്ടിലേക്ക് സ്വന്തക്കാരുടെ പക്കലേക്ക് പോയി. അവൻ അകൽച്ച മുഴുവൻ പോയി. അകൽച്ചയുടെ അരൂപിയാണ് സാത്താന്റെ അരൂപി. വിശുദ്ധ അരൂപി കൂട്ടായ്മയുടെ അരൂപിയാണ്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരു ആത്മാവായിരുന്നവർ നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ വായിക്കുന്നുണ്ടല്ലോ.